ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാപ് സിനി വേൾഡിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകൾക്കപ്പുറം നടന്ന ഒരു ഹൊറർ സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു സാധാരണ സിനിമയല്ല. നമ്മുടെ മനസ്സിൽ നിഴലായി കയറി കിടക്കുന്ന മരണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു കഥ. നൊസ്ഫെറാത്തു, ഒരു അനശ്വരമായ ഇരുണ്ട കഥയുടെ പുനർജന്മം. നിങ്ങൾ ബ്രോം സ്റ്റോക്കറുടെ ഡ്രാക്കുള വായിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കഥയും നിങ്ങൾക്ക് സാദൃശ്യമായി തോന്നിയേക്കാം. കാരണം ഡ്രാക്കുള ഇൻസ്പിറേഷനായി എഴുതിയ ഒരു കഥയാണിത്. 1922 ഇത് സിനിമ ആയതാണ്. പക്ഷേ അത് ഡ്രാക്കുളയുടെ കോപ്പി ആയതുകൊണ്ട് തന്നെ അതിനെതിരെ കേസൊക്കെ നടന്നിരുന്നു. അങ്ങനെ കോടതി വിധി അനുസരിച്ച് ആ മൂവിയുടെ എല്ലാ കോപ്പികളും നശിപ്പിച്ചു. കാലം ഒരുപാട് കഴിഞ്ഞുപോയി. അവസാനം ആ പേടിപ്പെടുത്തുന്ന വാമ്പയർ സ്റ്റോറി നമുക്കായി വീണ്ടും എത്തിയിരിക്കുന്നു. കൊടുംഭീതിയുടെ പുനർജന്മം. 1838 ജർമ്മനിയിലെ വിസ്ബോർഗിൽ താമസിക്കുന്ന എലനും അവളുടെ ഭർത്താവ് തോമസ് ഹട്ടറും ഒരു അതിഭീകരമായ അനുഭവത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അവൾക്കൊരു കൗമാര വയസ്സായപ്പോൾ ഒരു ആത്മാവിനോട് സ്നേഹത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ മറുപടി അവൾക്ക് കിട്ടിയതോ ഒരു ഭീകര വാമ്പയറിനെ. അവളെ ശാരീരികമായി തളർത്തുകയും ചെയ്തു. മാത്രല്ല, പിന്നീടുള്ള അവരുടെ ജീവിതം വല്ലാത്തൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. റിയൽ എസ്റ്റേറ്റ് ഏജന്റായ തോമസ് അവരുടെ ജീവിതം വല്ലാത്തൊരു കഷ്ടത്തിലായതുകൊണ്ട് കുറച്ചധികം പണം സമ്പാദിക്കാനായി വിസ്ബോർഗിലെ ഒരു പഴയ കോട്ടയിലേക്ക് പോവുകയാണ്, ഓർലോക്ക് എന്ന വ്യക്തിയുടെ അടുത്തേക്ക്. അതിനുശേഷം ഒരു മഹാവിപത്ത് അങ്ങ് നടക്കും. അതെന്താന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, നിങ്ങളത് കഥ കേട്ട് തന്നെ മനസ്സിലാക്കിക്കൊള്ളൂ. പിന്നെ നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞെങ്കിൽ മാത്രം ഈ മൂവി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. കാരണം ഇതിൽ പലയിടത്തും പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് ആ കഥ അങ്ങ് കേൾക്കാം അല്ലേ? സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സാപ് സിനി വേൾഡ്. ഈ കഥയുടെ നായികയായ എലന്റെ കൗമാരപ്രായത്തിൽ നടന്ന ഒരു സംഭവമാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അവൾക്കാണെങ്കിൽ അച്ഛനും അമ്മയും കൂട്ടിനായി ആരും തന്നെ ഇല്ല. വല്ലാത്തൊരവസ്ഥയാണ് അതല്ലേ, ആരും ഇല്ലാത്തൊരവസ്ഥ. അവൾക്കാണെങ്കിൽ അതിന് നല്ലൊരു സങ്കടമുണ്ട്. അങ്ങനെ അവൾ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കാരുമില്ല, എനിക്ക് കൂട്ടിനായി എന്റെ അടുത്തേക്ക് വാ, ഞാൻ ഒറ്റക്കാണ് എന്നൊക്കെ. ഈ സമയത്ത് അവൾ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും, ഒരു അശരീരി പോലൊരു ശബ്ദം. അവൾ അവളുടെ ജനലിന്റെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു രൂപത്തെ കാണും, ഒരു ഭീകര രൂപം. അവൾ വിളിച്ചത് ദൈവത്തിനെയാണെങ്കിലും അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണെങ്കിൽ ഒരു വികൃതമായ ഒരു വാമ്പയറിന്റെ രൂപമാണ്. നീ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. നീ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിക്കേണ്ട ഒരാളല്ല, എന്റെ കൂടെ വാ, കൂട്ടായി ഞാനുണ്ട് നിനക്ക് എന്നൊക്കെ ആ രൂപം അവളോട് ഇങ്ങനെ പറയും. മാത്രല്ല, അവളാണെങ്കിൽ ഒരു അബോധാവസ്ഥയിലേക്ക് പോവുകയും അവളുടെ ഗാർഡന്റെ സൈഡിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയും ചെയ്യും. ആ വികൃത രൂപമാണെങ്കിൽ അവളോട് ഇങ്ങനെ ചോദിക്കും, നിനക്ക് കൂട്ടായി ഞാൻ വരട്ടെ, നിനക്ക് സമ്മതമല്ലേ എന്നൊക്കെ. അവൾ ഇതങ്ങ് സമ്മതിക്കുമ്പോ പെട്ടെന്ന് അവളെ കഴുത്തിലങ്ങ് പിടിക്കും. കൊല്ലാനൊന്നുമല്ലാട്ടോ, ആ രൂപം അവളെ തന്നിലേക്ക് ചേർത്തതാണത്. അതിനുശേഷം അവൾ ഇങ്ങനെ നിലത്ത് കിടന്ന് വിറക്കുന്നത് കാണാം. അതായത് ആ വാമ്പയർ അവളെ അവരുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. മാത്രല്ല, രാത്രിയുടെ നിലാവെളിച്ചത്തിൽ ഈ വാമ്പയർ അവളെ എന്നും വേട്ടയാടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കഥാനായിക വർഷങ്ങൾക്ക് ശേഷം ഉറങ്ങിയെണീക്കുന്നത് കാണാം. ഇപ്പൊ അവളാണെങ്കിൽ ജർമ്മനിയിലെ വിസ്ബോർഗിൽ ഭർത്താവായ തോമസ് ഹാർട്ടിനൊപ്പം ജീവിക്കുകയാണ്. തോമസ് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ് കേട്ടോ. അവൻ ഇങ്ങനെ ജോലിക്ക് പോവാനായിട്ട് റെഡി ആവുമായിരിക്കും. അപ്പോഴാണ് എലൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീക്കുന്നത്. അവൾ അവനെ തോമസ് എന്ന് വിളിക്കുമ്പോ, അല്ല നിനക്കെന്താ പറ്റിയേ, നീ പേടിച്ചോ എന്നൊക്കെ അവനിങ്ങനെ ചോദിക്കും. അതേ തോമസ്, ഞാനൊരു ദുസ്വപ്നം കണ്ടു, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയും. പിന്നെ തോമസ് ആണെങ്കിൽ ജോലിക്ക് പോവാനായിട്ടോ ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോ വീണ്ടും അവൾ ഒറ്റക്കായി. ഇപ്പൊ നമ്മുടെ തോമസിനാണെങ്കിൽ രാവിലെയാണ് ഡ്യൂട്ടി, അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ ആ വാമ്പയർ അവളെ ഇങ്ങനെ വേട്ടയാടും. എല്ലാ ദിവസവും സ്വപ്നത്തിലൊക്കെ വന്നിട്ട് ആ ഒരു ഭയം എലന്റെ മുഖത്ത് നമുക്ക് കാണാം. അങ്ങനെ തോമസ് വളരെ തിരക്കേറിയ ഒരു നഗരത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുമായിരിക്കും ജോലിക്കായിട്ട്. ഈ കഥ നടക്കുന്നത് 1838 കേട്ടോ. ആ സമയത്ത് വാഹനങ്ങളൊന്നുമില്ല, കാൽനടയായിട്ട് തന്നെയാണ് അവൻ ഓഫീസിലേക്കെല്ലാം പോകുന്നത്. നോക്ക് ആൻഡ് അസോസിയേറ്റ് എന്ന് പറയുന്ന എസ്റ്റേറ്റ് ഏജന്റ് കമ്പനിയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അവൻ ഓഫീസിലേക്ക് എത്തിയതാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അതിന് ക്ഷമയൊക്കെ ചോദിച്ച് അവൻ നേരെ അവന്റെ സുപ്പീരിയറുടെ അടുത്തേക്ക് പോകും. അപ്പൊ സുപ്പീരിയർ അവനോട് ഒരു കാര്യം ഇങ്ങനെ പറയും, അല്ല മോനെ, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞുല്ലേ, ചിലവെല്ലാം കൂടി കാണൂലേ, ഭാര്യ നന്നായിട്ട് നോക്കണ്ടേ, നിനക്കിപ്പോ ഞാൻ ശമ്പളമെല്ലാം കൂട്ടിത്തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോ തോമസിന് വല്ലാത്തൊരു സന്തോഷാവും. കാരണം അവൻ കുറെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. തന്റെ ഭാര്യയെ നന്നായിട്ട് നോക്കണം, നല്ലൊരു വീട് വെക്കണം, അങ്ങനെയൊക്കെ പ്ലാനുകൾ ഉണ്ട് അവന്. നിങ്ങൾ എന്ത് ജോലി തന്നാലും പട്ടിയെ പോലെ ഞാൻ പണിയെടുക്കും എന്നൊക്കെ അവൻ ഇങ്ങനെ സുപ്പീരിയറോട് പറയൂട്ടോ. പക്ഷെ സുപ്പീരിയർ അവർ കൊടുക്കുന്ന പണി ഒരു 8ന്റെ പണിയാണ്. അത് 8ന്റെ പണിയാണെന്നുള്ളത് ഇപ്പൊ അവന് മനസ്സിലാവില്ല. അയാൾ അവനോട് പറയും, പിന്നെ നമുക്കൊരു പ്രീമിയം കസ്റ്റമർ കിട്ടിയിട്ടുണ്ട്, അയാളുടെ റിട്ടയർമെന്റ് ടൈമൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ നഗരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. നീ അയാളുടെ അടുത്തേക്ക് പോയി നമ്മുടെ
പ്രോപ്പർട്ടി ഒക്കെ കാണിച്ചു കൊടുത്ത് അയാൾക്ക് ആ പ്രോപ്പർട്ടി വിൽക്കണം. മാത്രല്ല നീ ഇത് ചെയ്തു കഴിഞ്ഞാല് നിനക്ക് ലൈഫിൽ സെറ്റിൽ ചെയ്യാനുള്ള കമ്മീഷനൊക്കെ അയാൾ തരും. നിന്റെ ജീവിതവും രക്ഷപ്പെടും, നമ്മുടെ കമ്പനിയും രക്ഷപ്പെടും. അതായിരുന്നു അയാൾ വെച്ച ആ ഡീൽ കേട്ടോ. അപ്പൊ തോമസ് ഇങ്ങനെ ചോദിക്കും, അല്ല ഞാൻ എവിടെ പോയാണ് അയാളെ കാണാൻ പറ്റുക, ഞാൻ ഇപ്പൊ തന്നെ പോകാന്നൊക്കെ. ഇത് കേട്ട സുപ്പീരിയർ പറയും, നീ ഇപ്പൊ പോകണ്ട, നാളെയാണ് പോകേണ്ടത്. പിന്നെ നീ ചെന്നെത്തേണ്ട സ്ഥലം എന്ന് പറഞ്ഞാല് അതൊരു പഴയ കോട്ടയാണ്. ബൊഹീമയുടെ ഈസ്റ്റ് ഭാഗത്താണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതിങ്ങനെ പറഞ്ഞ മാപ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ സൈഡിലായിട്ട് ഈ സാത്താണ്ടൊരു നക്ഷത്രം ഉണ്ടല്ലോ, ആ ഒരു രൂപം കാണാം. തോമസ് ഇത് കാണാതിരിക്കാനായി ഒരു പേപ്പർ കൊണ്ട് അയാൾ അത് മൂടി വെക്കും. തുടർന്ന് അതിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കും. അതായത് ഒരു മഞ്ഞുമലയുണ്ട് അവിടെ, ആ മഞ്ഞുമലക്കപ്പുറത്ത് ഒരു ഗ്രാമം, ആ ഗ്രാമത്തിന്റെ സൈഡിലായിട്ടാണ് ഈ ഒരു കോട്ട എന്നൊക്കെ. തോമസിന് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഒരു പഴയ കോട്ട എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും പേടിയാവുമല്ലോ. പിന്നെ ആ സുപ്പീരിയർ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കും, അതായത് നന്നായിട്ട് ക്യാഷ് കിട്ടും, സെറ്റിൽ ആവാന്നൊക്കെ. അങ്ങനെ തോമസ് ആ യാത്രക്കായിട്ട് റെഡി ആവട്ടെ മാനസികമായിട്ട്. ഇനി അവന്റെ മുമ്പിൽ ആകെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എലനെ കൊണ്ട് സമ്മതിപ്പിക്കലാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ, ഹണിമൂൺ ഒന്നും പോയിട്ടില്ല. അങ്ങനെ അവൻ നേരെ വീട്ടിലെത്തി ഹെലനോട് ഈ കാര്യം പറയും. പിന്നെ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, ഒരു പ്രോപ്പർട്ടി വിൽക്കാനാണ്. വെറും 6 ആഴ്ചത്തെ കാര്യമുള്ളൂ മോളെ, ഞാൻ എന്തായാലും ആ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരും, എന്നിട്ട് നമുക്ക് ഹണിമൂണിന് പോകണം എന്നൊക്കെ പറഞ്ഞ് അവളെങ്ങനെ സുഖിപ്പിക്കൂട്ടോ. ജോലി കഴിഞ്ഞെത്തിയ തന്റെ ഭർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഒരു പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കായിരിക്കും എലന്. ഇത് കേൾക്കുമ്പോൾ എലാണെങ്കിൽ ദേഷ്യം വരും. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ കുറെ ആയിട്ടൊന്നുമില്ല കേട്ടോ, നീ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു, ഇപ്പൊ നീ എന്നെ വിട്ട് പോവാന്ന് പറയുമ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊക്കെ അവൾ ഇങ്ങനെ പറയും. മാത്രല്ല എന്റെ കയ്യിലെ പൂവിനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അവൾ ഇങ്ങനെ ചോദിക്കും. ഇവനാണെങ്കിൽ എങ്ങനെങ്കിലും അവളെ കൺവിൻസ് ചെയ്യണല്ലോ. കുഴപ്പമില്ല മോളെ, അത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി എന്നിങ്ങനെ പറയും. ഇതും കൂടി കേട്ടപ്പോ എലന്റെ ദേഷ്യം അങ്ങോട്ട് ഡബിൾ ആകും. അവൾ ആ പൂ വലിച്ചെറിഞ്ഞിട്ട് നേരെ അകത്തോട്ട് പോകും. പിന്നെ തോമസ് ചെന്ന് അവളോട് ഇങ്ങനെ പറയും, മോളെ നമുക്ക് നന്നായിട്ട് ജീവിക്കണ്ടേ, നല്ലൊരു വീട് വേണ്ടേ, എനിക്ക് നിന്നെ നന്നായിട്ട് നോക്കണം, അതിനായിട്ട് കുറെ ക്യാഷ് വേണം. ഇത് 6 ആഴ്ചത്തെ കാര്യം മാത്രമേ ഉള്ളൂ, അത് കഴിയുമ്പോൾ നമ്മളെ ലൈഫൊക്കെ മാറുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോ എല്ലാം അവളുടെ ആ ദുസ്വപ്നം ഉണ്ടല്ലോ അതിനെ കുറിച്ച് പറയും. ഞാൻ ഇന്ന് കണ്ട സ്വപ്നം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സ്വപ്നമാണ്. എന്റെ കല്യാണം കഴിഞ്ഞു, നീ അല്ലട്ടോ ഭർത്താവ്, വേറെ ആരോ ആണ് അവിടെ ഉള്ളത്. മാത്രല്ല കല്യാണം കൂടാനായി വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാം ഇങ്ങനെ ശവമായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള സ്വപ്നമാണ് ഞാൻ എന്നും രാത്രി കാണുന്നത്. അതുകൊണ്ട് നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല, രാത്രി നീ കൂട്ടിനായിട്ട് വേണം എന്നൊക്കെ അവൾ പറയും. പക്ഷെ അവരുടെ ജീവിതം സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് പോയേ തീരുള്ളൂ. അപ്പൊ അവൻ അവളോട് പറയും, മോളെ നിന്റെ സുഹൃത്തില്ലേ അന്ന എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ അവളുടെ അടുത്താക്കി തരാം, ഒരു 6 ആഴ്ചത്തെ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ എങ്ങനെ കൺവിൻസ് ചെയ്യും കേട്ടോ. അതിനുശേഷം തോമസ് എലൻ അവളുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ആക്കും. അവിടെ അന്ന എന്ന് പറഞ്ഞ അവളുടെ സുഹൃത്തും 2 കുട്ടികളും മാത്രമല്ല ഭർത്താവായ ഫ്രെഡറിച്ചുമാണ് അവിടെ ഉള്ളത് കേട്ടോ. അന്ന് രാത്രിയിൽ ഈ ഫ്രെഡുമായിട്ട് അവൾ ഇങ്ങനെ കമ്പനി കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. എടാ ഞാനൊരു പഴയ കോട്ടയിലേക്ക് പോവാണ്, അവിടെ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനുണ്ട്, ഒരു 6 ആഴ്ച കൊണ്ട് ഞാൻ തിരിച്ചു വരും, നീ എന്റെ വൈഫിനെ സേഫ് ആയിട്ട് നിർത്തണം കേട്ടോ, അവൾക്ക് രാത്രിയിൽ ദുസ്വപ്നം കാണുന്ന സ്വഭാവമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയും. നീ പറഞ്ഞത് ശരിയാടാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ 2 കുട്ടികളുണ്ട്, മാത്രല്ല ഒന്ന് ഓൺ ദ വേ ആണ്, ലൈഫ് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ക്യാഷ് തന്നെ വേണം, നീ ഏതായാലും നിന്റെ ജോബ് കംപ്ലീറ്റ് ചെയ്തു വാ, നിന്റെ വൈഫ് ഇവിടെ സേഫ് ആയിരിക്കുമെന്ന് ഫ്രെഡ് അവന് ഉറപ്പ് കൊടുക്കും. അന്ന് രാത്രിയിൽ തന്റെ ഭർത്താവ് പിറ്റേ ദിവസം പോകുകയാണല്ലോ ജോലിക്കായിട്ട്. അപ്പൊ അവന്റെ കയ്യിൽ കൊടുത്തയക്കാനായിട്ട് ഒരു ലോക്കറ്റ് റെഡിയാക്കായിരിക്കും അവള്, അവളുടെ ഫോട്ടോയ്ക്കുള്ള ഒരു ലോക്കറ്റ്. പിറ്റേ ദിവസം രാവിലെ ഈ കോട്ടയിലേക്ക് പോവാനായി തോമസ് റെഡി ആയിട്ടുണ്ടാകും. ഒരു കുതിരപ്പുറത്താണ് കേട്ടോ അവൻ പോകുന്നത്. അങ്ങനെ അവന്റെ കയ്യിൽ താൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ലോക്കറ്റ് ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് അവള് പറയും, ഇത് എപ്പോഴും നിന്റെ കയ്യിൽ വേണം, മാത്രല്ല എല്ലാ ദിവസവും എനിക്ക് നീ കത്തെഴുതണം, ഞാൻ അതിനായി വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയും. അങ്ങനെ തന്റെ ഭാര്യയോടും ആ സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞ് തോമസ് അവിടെ നിന്ന് പോകും. ഒരുപാട് ദൂരം അങ്ങനെ കുതിരപ്പുറത്ത് പോകുമ്പോ അവസാനം അവൻ ആ സ്ഥലത്തെത്തും. അവന്റെ സുപ്പീരിയർ പറഞ്ഞില്ല ഒരു മഞ്ഞുമല, ആ മഞ്ഞുമലേന്റെ അവിടെ. പിന്നെ അയാൾ അവനോട് പറഞ്ഞത് ആ ഗ്രാമത്തിന്റെ അപ്പുറത്താണല്ലോ ആ പഴയ കോട്ട. അങ്ങനെ അവൻ ആ ഗ്രാമത്തിലെത്തും. അപ്പോഴേക്കും നേരാണെങ്കിൽ ഇരുട്ടിയിട്ടുണ്ടാകും. എന്നാ പിന്നെ ഈ ഗ്രാമത്തിൽ താമസിക്കാന്നാവും അവൻ വിചാരിക്കുന്നത്. അങ്ങനെ അവൻ ആ ഗ്രാമത്തിനകത്തോട്ട് ഇങ്ങനെ കയറുമ്പോ അവിടെയുള്ള കുട്ടികളും സ്ത്രീകളും ഈ ചെണ്ടയെ കൊട്ടി അവനിങ്ങനെ സ്വീകരിക്കും. സംഭവം എന്താണെന്നും അവന് മനസ്സിലാവില്ല കേട്ടോ. ഒരു പാട്ടൊക്കെ പാടിയിട്ടായിരിക്കും അവനെ സ്വീകരിക്കുന്നത്. അവൻ പതിയെ നടന്നൊരു വീടിന്റെ അവിടെ എത്തുമ്പോ ഒരു വ്യക്തി ഉണ്ടാകും. ആ വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചിരിക്കും. മാത്രല്ല അവിടെയുള്ള എല്ലാ ജനങ്ങളും അവനെങ്ങനെ കളിയാക്കി ചിരിക്കും. ഈ ചിരി കേട്ട അകത്ത് നിന്നൊരു വയസ്സായിട്ടുള്ളൊരു വ്യക്തി വരും. അയാൾ വന്നിട്ട് ഈ ചിരിക്കുന്നവരോടൊക്കെ ചൂടായിട്ട് നിങ്ങൾ എന്തിനായി ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. ഈ സമയത്ത് തോമസ് അവൻ വന്ന കാര്യം പറയും. താനൊരു പ്രോപ്പർട്ടി സെയിലിനായിട്ട് വന്നതാണ്, നിങ്ങളുടെ ഗ്രാമത്തിന്റെ ഈസ്റ്റ് ഭാഗത്തുള്ള ആ ഒരു പഴയ കോട്ടയില്ലേ, അവിടെ ഒർലോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അയാളെയാണ് തനിക്ക് മീറ്റ് ചെയ്യേണ്ടതെന്ന് പറയും. ഇത് കേട്ട വയസ്സായ വ്യക്തിയാണെങ്കിൽ നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറയും. സമയമാണെങ്കിൽ രാത്രിയായി തുടങ്ങിയല്ലോ. അവൻ ഒരുപാട് ക്യാഷ് ഒക്കെ കൊടുത്ത് എനിക്ക് ഇന്ന് ഒരു ദിവസം മാത്രം ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ അയാളെ കൺവിൻസ് ചെയ്യും. പിന്നെ അവൻ നേരത്തെ കണ്ട ആ വീടുണ്ടല്ലോ, ആ വീടിനകത്തോട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു വയസ്സായ സ്ത്രീ അവന് കിടക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കും. മാത്രല്ല ആ സ്ത്രീ അവനോട് പറയും, നീ ആ കോട്ടയിലേക്ക് പോകരുത്,
പോകരുത്, നരകത്തിലേക്കാണ് നീ പോകുന്നത്, അവിടെ ഒർലോക്കിന്റെ നിഴലുണ്ട്, ആ നിഴലിനെ ഒരിക്കലും നീ അനുസരിക്കാൻ പോലും പാടില്ല. അത് മാത്രമല്ല പ്രശ്നം, നീ രാത്രിയിൽ ഓരോ സ്വപ്നങ്ങൾ കാണും, ദുസ്വപ്നങ്ങൾ, ആ സ്വപ്നം അനുസരിച്ചിട്ട് നീ പ്രവർത്തിക്കാനേ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെങ്ങനെ പേടിപ്പെടുത്തും. അവനാണെങ്കിൽ ക്യാഷ് വേണമല്ലോ, ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീലിംഗ് നടക്കും വേണം. ഈ പറഞ്ഞതൊന്നും കാര്യാക്കാതെ അവൻ നേരെ കിടന്നുറങ്ങും. ഈ സ്ത്രീ പറഞ്ഞ പോലെ ഒരു ദുസ്വപ്നം അവനിങ്ങനെ കാണും. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അർദ്ധരാത്രിയിൽ എന്തൊരു പൂജക്കായിട്ട് ഇങ്ങനെ പോകുന്നത്. പതിയെ അവൻ ഇങ്ങനെ അവരുടെ പിറകെ പോകുമ്പോ ഒരു ശവപ്പെട്ടിന്റെ അവിടെ പോയിട്ട് നേരത്തെ അവനെ കളിയാക്കിയ വ്യക്തി ഉണ്ടല്ലോ, അയാൾ ഒരു മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ആ ശവപ്പെട്ടിയിലേക്ക് ഒരു കത്തി അങ്ങ് താഴ്ത്തും. ആ സമയത്ത് ആ ശവപ്പെട്ടിയിലാണെങ്കിൽ വാമ്പർ പോലെ ഒരു മനുഷ്യനുണ്ടാകും. ചോര ഒലിപ്പിച്ച ആ ദൃശ്യം കണ്ടിട്ട് അവനങ്ങോട്ട് പേടിച്ചാർക്കും. പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമായിരുന്നില്ല, അതൊരു ദുസ്വപ്നമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് അവനിങ്ങനെ എണീറ്റ് നോക്കുമ്പോ ഒരു മനുഷ്യ കുഞ്ഞു പോലും ആ ഗ്രാമത്തിൽ ഉണ്ടാകില്ല. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകാതെ നേരത്തെ പറഞ്ഞ ആ കോട്ടയല്ലേ, അവൻ അങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കും. പക്ഷെ യാത്രക്കായിട്ട് നോക്കുമ്പോ തന്റെ കുതിരയുണ്ടാകില്ല അവിടെ. പിന്നെ അവൻ പതിയെ പതിയെ നടന്ന് ഒരു കാട്ടിലൂടെ ഇങ്ങനെ പോകുമായിരിക്കും. അപ്പൊ പെട്ടെന്നൊരു കുതിരവണ്ടി അവനെതിരായിട്ട് ഇങ്ങനെ വരുന്നത് കാണാം. ഒന്ന് കണ്ണടച്ച് കണ്ണു തുറന്നു നോക്കുമ്പോ ആ കുതിരവണ്ടി ആണെങ്കിൽ അവിടെ നിർത്തിയിട്ടുണ്ടാകും. അതിന്റെ വാതിലൊക്കെ ഓട്ടോമാറ്റിക്കായി തുറന്ന് അവനോട് കയറാനായി പറയുന്നത് പോലെ ആയിട്ട് അങ്ങനെ അവൻ ആ കുതിരവണ്ടിയിൽ ഇങ്ങനെ കയറി ആ കോട്ടയുടെ അങ്ങോട്ടേക്ക് എത്തും. ഈ സമയത്താണെങ്കിൽ അവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ച അവന്റെ സുപ്പീരിയർ ഉണ്ടല്ലോ, അയാൾ ഒരു പൂജയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. നേരത്തെ മറച്ചു വെച്ച ആ നക്ഷത്രം ഉണ്ടല്ലോ, ആ നക്ഷത്രമൊക്കെ വരച്ചു വെച്ച് സാത്താനെ വിളിക്കുന്നത് പോലെയുള്ള ഒരു പൂജ. അപ്പൊ അതാണ് സംഭവം. ഈ കോട്ടയിലാണെങ്കിൽ ഒരു സാത്താനുണ്ട്, ഒരു വാമ്പയർ. ഈ വാമ്പയറിനെ ശവപ്പെട്ടിൽ നിന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി, അതായത് ഈ ഒരു സുപ്പീരിയർ പൂജയെല്ലാം ചെയ്യുന്നത്. മാത്രല്ല അവിടെ ഇരിക്കുന്ന ആ ശവപ്പെട്ടി ഉണ്ടല്ലോ, അത് പുറത്തേക്ക് കൊണ്ടുവരും വേണം. ആ ഒരു കാര്യത്തിനാണ് ഇവനെ ആ കോട്ടയിലേക്ക് പറഞ്ഞയച്ചത്. ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതെയാണ് കേട്ടോ അവനെ പറഞ്ഞയച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒർലോക്കിന്റെ നയലുണ്ടല്ലോ, ആ നയല് പിന്നെ അവനെ അനുസരിപ്പിച്ചോളും. ഏതായാലും ഒർലോക്കിന്റെ കോട്ടയുടെ പുറത്തെത്തി അവൻ കാണുന്നത് ആ ഡോറൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കും. തൊട്ടു മുമ്പിലായിട്ട് ഒർലോക്കിന്റെ രൂപവും അവൻ കാണും. പിന്നെ പതിയെ ഒർലോക്കിന്റെ പിറകെ നടന്ന് മുകളിലോട്ട് പോകും. ഒർലോക്ക് ആണെങ്കിൽ വല്ലാത്തൊരു ശബ്ദത്തിലാണ് അവനോട് ഇങ്ങനെ സംസാരിക്കുക. നീ ഇങ്ങോട്ട് എത്താനായിട്ട് വളരെയധികം ടൈം എടുത്തു, ഇവിടെയുള്ള എല്ലാവരും ഇവിടെ നിന്ന് പോയി എന്നൊക്കെ. സംഭവം ഒർലോക്ക് ഒരു വാമ്പയർ ആണെന്നുള്ള കാര്യമൊന്നും അവൻ അറിയില്ല കേട്ടോ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒർലോക്കിനെ കാണാതാകും. എന്താണ് സംഭവിച്ചത് മനസ്സിലാകാതെ അവൻ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് ആ വാമ്പയർ ഡൈനിങ് ടേബിളിന്റെ ആ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് ആ വാമ്പയർ നീ നിന്റെ സാധനമൊക്കെ അവിടെ വെക്ക്, എന്നിട്ട് ഇവിടെ വന്നിരിക്ക് എന്നിങ്ങനെ ആജ്ഞാപിക്കൂട്ടോ. അതും വല്ലാത്തൊരു ശബ്ദത്തില്. അല്ലെങ്കിൽ പേടിച്ചിട്ടാണ് തോമസ് ഇങ്ങോട്ട് വന്നത്. ഇതും കൂടി ആയപ്പോ ആശാൻ ആ വാമ്പയർ പറഞ്ഞ സീറ്റ് ഉണ്ടല്ലോ അവിടെ പോയിങ്ങിരിക്കും. പിന്നെ വാമ്പയർ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അവനോട്, അതായത് ഞാൻ ഒരുപാട് കാലായി ഈ ഉടമ്പടിയിൽ സൈൻ ചെയ്യാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ. ഉടമ്പടി എന്ന് പറഞ്ഞാല് തോമസ് ഇങ്ങോട്ട് വന്നത് ആ സ്ഥലം വിൽക്കാനാണല്ലോ. തോമസ് വിചാരിച്ചത് അതിന്റെ ഉടമ്പടി എന്നൊക്കെയാണ്. പക്ഷെ വാമ്പയർ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ നോക്കില്ലേ, തോമസിന്റെ സുപ്പീരിയർ, അയാൾ ഈ വാമ്പയറിനെ ഈ കോട്ടയിൽ നിന്ന് പുറത്തു കടത്താനായിട്ട് ഒരുപാട് പ്രാർത്ഥനയും കൂടോത്തറും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അല്ലേ. ആ ഒരു കാര്യമാണ് ഈ വാമ്പയർ ഉദ്ദേശിച്ചത്. പിന്നെ തോമസിന് ഈ വാമ്പയർ ആണെങ്കിൽ കുടിക്കാൻ ഒരു വെള്ളമൊക്കെ കൊടുക്കും. മാത്രല്ല തോമസ് നേരത്തെ പേടിച്ച കുറെ സ്വപ്നങ്ങൾ കണ്ടില്ലേ, കുതിരവണ്ടി, അങ്ങനെ കുറെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ. അവൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കും, സർ എന്താണത്, ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശദീകരിക്കായിരിക്കും കേട്ടോ. ഈ സമയത്ത് വാമ്പയർ ആണെങ്കിൽ ആരാടാ നിന്റെ സർ, എന്നെ യജമാനൻ എന്നാണ് വിളിക്കേണ്ടത്, ഞാൻ നിന്റെ യജമാനനാണ് എന്നൊക്കെ വാമ്പയർ അവനോട് പറയും. വാമ്പയർ സ്വയം വിചാരിക്കുന്നത് താൻ ഈ ലോകത്തിന്റെ പിതാവാണ് അങ്ങനെയൊക്കെയാണ്. പിന്നെ തോമസിന് ചെറിയ ഡൗട്ടൊക്കെ വരും കേട്ടോ, താൻ വന്നുവിട്ടത് വലിയൊരു എട്ടിന്റെ പണിയിലോട്ടാണെന്നൊക്കെ. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത്. ഈ സമയത്ത് നമ്മുടെ വാമ്പയർ ആണെങ്കിൽ തോമസിന് കഴിക്കാനായിട്ട് ഒരു ബ്രെഡ് പോലെ ഒരു സംഭവം കൊടുക്കൂട്ടോ. തോമസ് അത് കട്ട് ചെയ്യുന്ന സമയത്ത് അവന്റെ കൈ മുറിഞ്ഞ് കുറച്ച് ചോര അങ്ങ് തെറിക്കും. വാമ്പയർ ആണല്ലോ, ചോരക്കായിരിക്കും ആർത്തി. അപ്പൊ ഈ വാമ്പയർ ആണെങ്കിൽ അവനോട് പറയും, നീ ഇങ്ങോട്ടേക്ക് വാ, നിന്റെ ആ മുറിവ് ഞാൻ ഉണക്കി തരാം, ഈ വെളിച്ചത്തിലോട്ട് വാ എന്നൊക്കെ. ഇപ്പൊ നമ്മുടെ തോമസ് ആണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുമായിരിക്കും. താൻ മരിക്കാൻ പോവാണോ അതോ ഇതൊരു ദുസ്വപ്നമാണോ എന്നൊന്നും മനസ്സിലാകാതെ വല്ലാത്തൊരു അവസ്ഥയിൽ അവൻ ഇങ്ങനെ ഇരിക്കും. പിന്നെ പെട്ടെന്ന് അവന്റെ കണ്ണിൽ ഇരുട്ടങ്ങ് കയറും. പതിയെ കണ്ണു തുറന്നു നോക്കുമ്പോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ടാകും. മാത്രല്ല അവൻ ഇങ്ങനെ എണീറ്റ് നോക്കുമ്പോ അവന്റെ നെഞ്ചിലായിട്ടൊരു അടയാളം ഇങ്ങനെ കാണും. നമ്മൾ ഈ ദേഹത്ത് കടിച്ചൊരു അടയാളം വരൂലേ, അതുപോലത്തെ ഒരു അടയാളം. അപ്പോഴും അവന് കാര്യമൊന്നും അല്ലാതെ വ്യക്തമാവില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ എലൻ ഉണ്ടല്ലോ, അവൾ അവളുടെ സുഹൃത്തായ അന്നയോട് രാത്രിയിൽ അവൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഈ ലോകത്തൊരു ശക്തിയുണ്ട്, അത് തന്നിലേക്ക് ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട്, അതെന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ. ഈ അന്നയാണെങ്കിലോ, നീ പറഞ്ഞത് ശരിയാണ്, ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്, ഈ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് അവനാണ് എന്ന് പറയും. ഇത് കേട്ട എലനാണെങ്കിൽ ദൈവത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, വേറൊരു അമാനുഷിക ശക്തിയുണ്ട്, അത് നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്തും. അപ്പൊ ഈ അന്നയാണെങ്കിൽ വല്ലാത്തൊരു രീതിയിൽ അവളെ നോക്കും. അതായത് നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് എന്നുള്ള അർത്ഥത്തില്. നമ്മുടെ എലൻ പറഞ്ഞത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല, അവളുടെ ഉറ്റ സുഹൃത്തായ അന്നക്ക് പോലും. ഇപ്പൊ നമ്മുടെ തോമസ് ആണെങ്കിൽ ആ പഴയൊരു കോട്ടയിലാണല്ലേ. അവൻ രാവിലെ എണീറ്റിട്ട് ചുറ്റുപാടും എല്ലാം ഇങ്ങനെ തപ്പും. അതായത് ആ
ഒർലോക്കിനെയാണ് നോക്കുന്നത്, ആ വാമ്പയറിനെ അവിടെ എങ്ങും അവന് കാണാനും പറ്റില്ല. സമയമാണെങ്കിൽ ഇരുട്ടി തുടങ്ങിയപ്പോ ആ ഡൈനിങ് ഹാളില് അവന് നേരത്തെ കണ്ടില്ല അതേ പൊസിഷനിൽ ആ വാമ്പയർ ഉണ്ടാകും. വാമ്പയർ ആണെങ്കിൽ ഒരു അഗ്രിമെന്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും തോമസ് വരുന്നത്. തോമസ്, നീ ഇങ്ങോട്ട് വാ, ഞാൻ ഈ അഗ്രിമെന്റ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആ വാമ്പയർ അവനോട് പറയും. ഈ സമയത്ത് തോമസ് പതിയെ ഇങ്ങനെ വരുമ്പോ ആ അഗ്രിമെന്റ് ആണെങ്കിൽ വല്ലാത്തൊരു ഭാഷയിലാണ് എഴുതിയിട്ടുണ്ടാകുക. ഇതിപ്പോ ഏത് ഭാഷ എന്നൊക്കെ അവൻ ഇങ്ങനെ വിചാരിക്കുമായിരിക്കും. ഈ സമയത്ത് വാമ്പയർ ആണെങ്കിൽ, നീ ആശ്ചര്യപ്പെട്ട് നോക്കുന്നു വേണ്ട, ഇതെന്റെ അച്ഛനപ്പൂപ്പന്മാർ എഴുതിയിരുന്ന ഭാഷയാണ്, നീ ഇതിലൊന്ന് സൈൻ ചെയ്യ് എന്ന് പറയൂ അവനോട്. അവൻ ഇങ്ങനെ വരുമ്പോഴാണ് വാമ്പയർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് അവന്റെ ഭാര്യ എലൻ ഉണ്ടല്ലോ, അവള് കൊടുത്തയച്ച ആ ലോക്കറ്റ് ഉണ്ടല്ലോ, അത് കണ്ടത് ഈ വാമ്പയർ അവനോട്, നീ അതിങ്ങ് തന്നെ, ഞാനത് നോക്കട്ടെ, ഇത് നിന്റെ പത്നിയുടേതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. മാത്രല്ല അത് കയ്യിൽ കിട്ടിയ ശേഷം ആ വാമ്പയർ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കൊതിച്ച സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിലാകുമ്പോ ഒരു നെടുവീർപ്പൊക്കെ വിടൂലേ, അതുപോലെ ഒരു ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ഇങ്ങനെ വിടും. പിന്നെ ഒരു പണക്കിഴി എടുക്കൂട്ടോ. പണക്കിഴി എന്ന് പറഞ്ഞാൽ നിറച്ച് സ്വർണ്ണ നാണയൊക്കെയുള്ള ഒരു കിഴി. അതിങ്ങനെ എടുത്ത് അവന് കൊടുത്തിട്ട്, നീ ആ അഗ്രിമെന്റിൽ സൈൻ ചെയ്യ്, എന്നിട്ട് സ്വർണ്ണ നാണയം എടുത്തോ, ഇതിനാണ് ഞാൻ കാത്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ അവൻ അറിയിക്കും. പണ്ട് കാലത്തൊക്കെ ഈ പൊന്നിന് വേണ്ടി പെണ്ണിനെ കൊടുക്കുക എന്ന് പറയൂലേ, അങ്ങനെയുള്ളൊരു കച്ചവടമാണ് അവിടെ നടന്നത്. പക്ഷെ തോമസ് ആ കാര്യം മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിയിരുന്നു. മാത്രല്ല അവന്റെ മുമ്പിൽ വേറൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ തോമസ് ആ ഉടമ്പടിയിൽ അങ്ങ് സൈൻ ചെയ്യും. ഇപ്പൊ തോമസോട് വാമ്പയർ ഒരു കാര്യം ഇങ്ങനെ പറയും, പിന്നെ നമ്മളിപ്പോ നൈബേഴ്സ് ആയിട്ടോ, അധികം കാലതാമസമല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് വരും, നിങ്ങളുടെ നാട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒന്നും മിണ്ടാതെ ആ വാമ്പയർ അവിടെ നിന്ന് നടന്നു പോകും. ഈ സമയത്ത് തോമസ് ആണെങ്കിൽ, നിങ്ങൾ ആ വാതിൽ തുറന്നതാ, നമ്മളെ ഡീലിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ പോട്ടെ എന്നൊക്കെ പറയൂട്ടോ. പക്ഷെ അതൊന്നും കേൾക്കാതെ ആ വാമ്പയർ അവിടെ നിന്ന് പോകും. അതോടുകൂടി അവൻ വീണ്ടും ഒരു അബോധാവസ്ഥയിലേക്കാണ് പോകും. അന്ന് രാവിലെ അനുഭവപ്പെട്ടില്ലേ അതേ അവസ്ഥ. പതിയെ കണ്ണു തുറന്നു നോക്കുമ്പോ നേരത്തെ കണ്ട ആ പാടുണ്ടല്ലോ, ആ കടിച്ച പാട്, അതുപോലൊരു പാട് അവിടെ തന്നെ ഉണ്ടാകും. രാവിലെ അവൻ എണീറ്റപ്പോ അവിടെ ഈ ഒർലോക്കിനെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ വേഗം എണീറ്റ് ആ കോട്ടയിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടാനായിട്ട് ഓടിയ വാതിലിന്റെ അടുത്തേക്ക് എത്തും. ആ വാതിലുണ്ടോ തുറക്കുന്നു, ഒരു അടാറ് ലോക്കൊക്കെ ഇട്ട് വെച്ചിരിക്കല്ലേ. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൻ ആ സൈഡിലോട്ട് നോക്കുമ്പോ അവിടെ ഒരു ചെറിയൊരു വാതിൽ കാണാം. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ എങ്ങനെയൊക്കെയോ അവൻ അത് കുത്തി തുറക്കും. മാത്രല്ല അവൻ അകത്തോട്ട് ഇങ്ങനെ പോകുമ്പോ അവിടെ ഒരു പെട്ടി കിടക്കുന്നത് കാണാം. അതിലെന്താവുന്ന അവനപ്പം മനസ്സിലാകില്ല കേട്ടോ. പതിയെ ആ പെട്ടിന്റെ അടുത്തെത്തി ആ പെട്ടി അങ്ങ് തുറക്കുമ്പോ ദേ കിടക്കുന്ന വാമ്പയർ, ഒർലോക്ക് എന്ന് പറഞ്ഞ ആ വാമ്പയർ. ഇപ്പോഴാണ് ആ കഥയുടെ ഗതി അവന് മനസ്സിലായത്. തന്നോട് ഇത്ര നേരം സംസാരിച്ചതും ആ ഉടമ്പടിയിൽ സൈൻ ചെയ്തതും എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഈ ഒരു വാമ്പയറിനോടാണെന്ന്. പിന്നെ സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിൽ എന്താ വരിക, ഇതിനെങ്ങനെയും കൊല്ലണമെന്നല്ലേ. അവിടെ കിടന്നൊരു ടൂൾ എടുത്ത് അവൻ ആ വാമ്പയറിനെ അങ്ങോട്ട് കുത്തിക്കൊല്ലാൻ നോക്കുമ്പോ ആ വാമ്പയർ ആണെങ്കിൽ പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി അങ്ങ് പിടിക്കും. പെട്ടെന്ന് ആ ടൂളൊക്കെ അവിടെ ഇട്ട് അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കും. അവന്റെ പിന്നാലെ ആണെങ്കിൽ ഒരു കൂട്ടം ചെന്നായികൾ ഉണ്ടാകും. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ അവൻ നേരത്തെ തുറന്ന ആ ഡോർ ഉണ്ടല്ലോ, ആ ഡോറിന്റെ പുറത്തെത്തി ആ ഡോർ അങ്ങടക്കും. പക്ഷെ ഈ സമയത്ത് അകത്തിരിക്കുന്ന വാമ്പയർ അവന്റെ ഭാര്യയുടെ ലോക്കറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ കയ്യിലെടുത്ത് എന്തൊരു മന്ത്രമൊക്കെ ചൊല്ലുന്ന പോലെ കാണാം. ഈ സമയത്ത് നാട്ടിലാണെങ്കിലോ അവന്റെ ഭാര്യയില്ലേ എലന്, അവൾ ഇങ്ങനെ പുറത്തോട്ട് നടന്നു വരും. അതായത് ഈ വാമ്പയർ അവളെ വിളിച്ചതുപോലെ. സംഭവം എന്താന്ന് വെച്ചാല് രാത്രി കാലത്ത് ഈ എലനൊരു സ്വപ്നം കാണുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ഈ വാമ്പയറിന്റെ പണിയാണ്. രാത്രിയിൽ അവളെ ആവാഹിച്ച് ഈ വാമ്പയറിന്റെ അടുത്ത് എത്തിക്കും. ഇപ്പൊ നമ്മുടെ തോമസ് പുറത്താണല്ലോ, ആ റൂമിന്റെ പുറത്ത്. അവൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നിഴലിങ്ങനെ വന്ന് അവന്റെ ദേഹത്തോട്ട് വരും. മുൻപ് ഗ്രാമത്തിൽ നിന്ന് ആ സ്ത്രീ പറഞ്ഞിരുന്നു അവനോട് ആ നിഴലിനെ അനുസരിക്കരുത് എന്നല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഓട്ടോമാറ്റിക്കായി ആ ഡോർ അവൻ തുറന്നു കൊടുക്കും. വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ആ വാമ്പയറിനു വേണ്ടി, ഈ വാമ്പയറിന്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അവന്റെ സുപ്പീരിയർ ഇവനെ പറഞ്ഞയച്ചത്. അങ്ങനെ മോചിതനായ ഈ വാമ്പയർ ഉണ്ടല്ലോ അവന്റെ അടുത്ത് വന്ന് അവന്റെ ദേഹത്തോട് ചാടിക്കയറി ആ നെഞ്ചിൽ നിന്ന് ചോര അങ്ങ് ഊറ്റിക്കുടിക്കും. ഇത്രയും കാലം ആ വാമ്പയർ ആ അടച്ചിട്ട റൂമിലായിരുന്നു അല്ലേ. പുറത്ത് അവനോട് സംസാരിച്ചതും ഇടപഴകിയതും എല്ലാം ആ നിഴലിന്റെ ഒരു ശക്തിയായിരുന്നു, ഈ വാമ്പയറിന്റെ നിഴലിന്റെ ശക്തി. ഉറക്കത്തിൽ നിന്നും എണീറ്റ തോമസ് ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായി വരുന്ന ഒരു നായ്ക്കൂട്ടത്തെയാണ് കാണുന്നത്. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എണീറ്റ് ജനല് വഴി പുറത്തോട്ട് ചാടും. അവനൊരു നദിയിലേക്കായിരിക്കും ചാടിയിട്ടുണ്ടാവുക. നദിക്കരയിലെത്തിയ തോമസിനെ വിറക് ശേഖരിക്കാനെത്തിയ കുറച്ച് സ്ത്രീകൾ കാണുകയും തുടർന്ന് അവർ അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചൊരു പുരോഹിതയായിരിക്കും അവനെങ്ങനെ പരിശോധിക്കുന്നത്. അവർക്കാണെങ്കിൽ അവനെ ഏതോ ഒരു അദൃശ്യ ശക്തി ആക്രമിച്ചിട്ടുണ്ട്, അതിപ്പോഴും അവനെ പിന്തുടരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാകും. മാത്രല്ല അവനോട് പറയും, ഇപ്പൊ നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ സംരക്ഷണമുള്ള സ്ഥലത്താണ്, അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് പുറത്തൊന്നും പോവാനും പാടില്ല. ഇത് കേട്ടപ്പോ തോമസിനാണെങ്കിൽ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നില്ല. കാരണം അവൻ അറിയാം ഇപ്പൊ ആ വാമ്പയർ മോചിതനാണല്ലോ, തന്റെ ഭാര്യയുടെ അടുത്തേക്കാണ് ആ വാമ്പയർ പോകുന്നത് എന്ന്. പക്ഷേ ആ സ്ത്രീകൾ അവനെ അവിടെ നിന്ന് പോകാനൊന്നും സമ്മതിക്കില്ല. ഈ സമയത്ത് നമ്മുടെ എലനാണെങ്കിൽ അവൾക്ക് തലേ ദിവസം ഉണ്ടായ ആ ദുസ്വപ്നല്ലേ, അതിനെക്കുറിച്ച് ഫ്രെഡിനോടും അന്നയോടും ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയായിരിക്കും. അപ്പോഴും അവരതൊന്നും കാര്യമാക്കൂല കേട്ടോ. നമുക്കൊരു ഡോക്ടറിനെ വിളിക്കാന്നൊക്കെ ഫ്രെഡ് ഇങ്ങനെ പറയും. ഫ്രെഡും അന്നയും ഇങ്ങനെ മാറി നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമായിരിക്കും, ഈ എലൻ വന്നിട്ടുള്ള പ്രശ്നങ്ങളും അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് എലനാണെങ്കിൽ പണ്ട് അവളൊരു വിറയൽ വന്നില്ലേ, ആ വാമ്പയർ
വാമ്പയർ അവളുടെ ദേഹത്ത് കയറിയപ്പോ അതുപോലെ കിടന്ന് വിറക്കും. ഇത് കണ്ട് പേടിച്ച് ഫ്രെഡും അന്നയും ഒരു ഡോക്ടറൊക്കെ വിളിച്ച് അവളെങ്ങനെ പരിശോധിപ്പിക്കായിരിക്കും. അപ്പൊ ഈ ഡോക്ടർക്ക് ചെറിയൊരു ഡൗട്ട് ഇങ്ങനെ വരും, അല്ല ഇനി ഇതുപോലെ അമാനുഷിക ശക്തിയാണോ എന്നൊക്കെ. ആ കാര്യം ഇങ്ങനെ ഫ്രെഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ എലനാണെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടാകും, അവൻ വരും, നമ്മളുടെ അടുത്തേക്ക് വരും, നമ്മളെ എല്ലാം കൊല്ലും എന്നൊക്കെ. ഇങ്ങനെ ഡോക്ടർ ആണെങ്കിൽ വേഗം ചെന്ന് ഒരു അനസ്തേഷ്യ കൊടുത്ത് അവളെ മയക്കി കിടത്തും. പിന്നെ ഫ്രെഡിനോട് അവളെ കെട്ടിയിടാനും പറയും. പിറ്റേ ദിവസം ഈ ഡോക്ടർ അയാളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അയാളുടെ സെക്യൂരിറ്റി അങ്ങോട്ട് വന്നിട്ടൊരു കാര്യം പറയും. ഈ സെക്യൂരിറ്റിക്കാരൻ മാർക്കറ്റിന്റെ അവിടെ പോയപ്പോ ഒരു വികൃതമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവിടെ. അയാള് ജീവനോടെ 3 ആടുകളെ കൈകൊണ്ട് വന്നിട്ട് മാത്രല്ല ആ ആടുകളുടെ ചോരയും കുടിച്ചു എന്ന്. ഇത് കണ്ട സെക്യൂരിറ്റിക്കാരനാണെങ്കിൽ അയാളെ പിടിച്ചു കൊടുന്ന് തടവിലിട്ടിട്ടുണ്ടാകും. ഈ കാര്യം ആ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറയും, പിന്നെ ഇത് ജയിലല്ലോ, ഇതൊരു ഹോസ്പിറ്റലാണ്, ഏതായാലും ഞാൻ എന്റെ പേഷ്യന്റിനെ കാണട്ടെ എന്ന് പറഞ്ഞ് താഴെ ആ തടവിലിട്ട് ആ റൂമിലോട്ട് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അത് ആരായിരിക്കും എന്ന് വെച്ചാല് നമ്മുടെ തോമസിന്റെ സുപ്പീരിയർ ഉണ്ടല്ലോ നോക്ക്, അയാളായിരിക്കും. ഈ വാമ്പയറിനെ ആവാഹിച്ച് അയാൾക്ക് ഭ്രാന്തായിട്ടുണ്ടാകും. ദൈവം ഒന്നുമല്ല, ഈ ഒരു വാമ്പയർ ആണ് എല്ലാം, ഡീമോൺ ആണ് എല്ലാം എന്നായിരിക്കും അയാൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ജീവനോട് ആ ആടുകളൊക്കെ അയാൾ കൊന്നത്. മാത്രല്ല ഈ വ്യക്തി ഈ ഡോക്ടറോട് ഇങ്ങനെ പറയൂട്ടോ, എന്റെ യജമാനൻ വരുന്നുണ്ട്, നിങ്ങളെ എല്ലാം കൊല്ലും, എന്നെ ഈ തടവിലിട്ട് നിങ്ങളെ എല്ലാം കൊല്ലും അങ്ങനെയൊക്കെ. പിന്നെ മുമ്പിൽ കിടക്കുന്ന ഒരു പ്രാവ് ഉണ്ടാവും, ഒരു പാവം പ്രാവ്. ആ പ്രാവിനെ അങ്ങെടുത്ത് അതിന്റെ തല അങ്ങ് കടിച്ചു മുറിച്ച് ആ രക്തം അങ്ങ് കുടിക്കും. ഇതും കൂടെ കണ്ടപ്പോ ഡോക്ടറിന് അങ്ങോട്ട് ദേഷ്യം വരും. ഡോക്ടർ വന്നിട്ട് നീ എന്താടാ ചെയ്തേന്നും പറഞ്ഞ അടുത്തേക്ക് വരുമ്പോ ഈ ഡോക്ടറിനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും ചോര കുടിക്കാനായിട്ട്. പിന്നെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഓടി വന്ന് അയാളെ പൊതിരെ തല്ലി അവിടെ തന്നെ തടവിലിടും. പിന്നെ ഈ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കൂട്ടോ, നേരത്തെ എലനും പറഞ്ഞിരുന്നു അവൻ വരും നമ്മളെ കൊല്ലുന്നൊക്കെ, ഇപ്പൊ ഈ ഒരു വ്യക്തിയും പറയുന്നുണ്ട് തന്റെ യജമാൻ വരും കൊല്ലുന്നൊക്കെ. ഇതും കൂടി ആയപ്പോ ഈ ഡോക്ടർ നേരെ ഫ്രെഡിന്റെ അടുത്ത് പോകും. അങ്ങനെ ഫ്രെഡും ഈ ഡോക്ടറും ചേർന്നിട്ട് ഈ ഡോക്ടറിന് ഒരു മാസ്റ്റർ ഉണ്ടാകും. പ്രേതബാധയിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു അഗ്രഗണ്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു മാസ്റ്റർ. അയാളുടെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കും. മാസ്റ്റർ ഇങ്ങനെ സംഭവം ഉണ്ട്, പ്രേതബാധയാണോന്ന് തോന്നുന്നുണ്ട്, നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറയും. നമ്മുടെ തോമസ് ആണെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ ആ വീട്ടിലാണല്ലേ, അവന്റെ ക്ഷീണമെല്ലാം മാറിയപ്പോ പതിയെ ആരോടും പറയാതെ തന്റെ കുതിരയെ എടുത്തിട്ട് തന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവാണ്, വിസ്ബർഗിലോട്ട്. മറുവശത്തായിട്ട് ഈ ചരക്കൊക്കെ കൊണ്ടുവന്ന കപ്പലുണ്ടാവൂലേ, അങ്ങനത്തെ ഒരു കപ്പല് കാണാം. ആ കപ്പലിന്റെ അകത്താണെങ്കിൽ ആ ഒരു പെട്ടി ഉണ്ടാകും. ഇപ്പോ വാമ്പയറിന്റെ ബോഡിയുള്ള ആ പെട്ടി അതെങ്ങനെയാണ് ആ കപ്പലിൽ വന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ. വാമ്പയറിന് ചില അമാനുഷിക ശക്തികളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെങ്കിലും എത്തിയതാവാം. ഈ കപ്പലിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട് കേട്ടോ. അയാളുടെ അടുത്തേക്ക് ആ കപ്പലിൽ ഒരു ജോലിക്കാരൻ വന്നിട്ട് ഇങ്ങനെ പറയും, സർ നമ്മുടെ കപ്പലിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ജോലിക്കാരെല്ലാം മരിച്ചു വീഴുന്നു, അവർ ചോരയെല്ലാം ഛർദ്ദിക്കുന്നുണ്ട്, എന്തോ വൈറസ് ബാധിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്കണം എന്ന് പറയും. താഴോട്ട് പോയ ക്യാപ്റ്റൻ കണ്ടതാണെങ്കിൽ തന്റെ ജോലിക്കാരൊക്കെ ഇങ്ങനെ വൈറസ് ബാധിച്ച പോലെ മരിച്ചു വീഴുന്നതാണ്. പിന്നെ ഈ മരിച്ച ബോഡികളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ കടലിലേക്ക് ഡിസ്പോസ് ചെയ്യും. പക്ഷെ അപ്പൊ അവർക്ക് മനസ്സിലാകില്ല കേട്ടോ എന്താ സംഭവം ഒന്നും. താഴെ ഈ ലഗേജ് ഒക്കെ വെച്ചുള്ള സ്ഥലം ഉണ്ടാവില്ലേ, അങ്ങോട്ട് ഈ ക്യാപ്റ്റൻ ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു പെട്ടി കാണും. ക്യാപ്റ്റൻ പതിയെ ആ പെട്ടി തുറക്കുമ്പോ അതിൽ നിറച്ച് എലികളായിരിക്കും, ഈ വൈറസ് ഒക്കെ ബാധിച്ച എലികൾ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള എലികൾ. ഇതെങ്ങനെ ഇവിടെ വന്നു എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരു വാമ്പയർ വന്ന് ഈ ക്യാപ്റ്റൻ എങ്ങനെ കടിക്കും, എന്നിട്ട് ആ ചോര അങ്ങ് വലിച്ചു കുടിക്കും. ഇതേ സമയത്ത് നമ്മുടെ ഡോക്ടറും ഫ്രെഡും ഉണ്ടല്ലോ അവർ മാസ്റ്ററിനെയും കൂട്ടി അവരുടെ വീട്ടിലെത്തും. ഈ മാസ്റ്റർ ഇവളെങ്ങനെ കാണുമ്പോ അവളെ കൈയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടാവും കേട്ടോ. അത് കണ്ടപ്പോ മാസ്റ്ററിനാണെങ്കിൽ ചെറുതായിട്ട് ദേഷ്യമൊക്കെ വരും. പിന്നെ അവളുടെ ആ കെട്ടൊക്കെ അഴിച്ച് അവളെ മോചിതയാക്കും. എന്നിട്ട് അവളോട് ഇങ്ങനെ ചോദിക്കും, അല്ല മോളെ എന്താ നിനക്ക് പറ്റിയത്, നീ നിന്റെ കംപ്ലീറ്റ് സ്റ്റോറി എന്നോട് പറഞ്ഞതാ, എന്നാൽ മാത്രമേ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മൾ ഡെലനാണെങ്കിൽ കംപ്ലീറ്റ് സ്റ്റോറി പറഞ്ഞു കൊടുക്കും. പണ്ട് കൗമാര പ്രായത്തിലുണ്ടായ ആ ഒരു ഇൻസിഡന്റും അതിനുശേഷം അവളുടെ രാത്രിയിൽ വരുന്ന ആ ദുസ്വപ്നങ്ങളും എല്ലാം ഇങ്ങനെ വ്യക്തമാക്കി കൊടുക്കും. ഇത് കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞപ്പോ നമ്മളുടെ മാസ്റ്ററിനാണെങ്കിൽ ഡൗട്ട് വരും കേട്ടോ, ഇതെന്തായാലും ഒരു അസുഖമൊന്നുമല്ല, എന്തോ ഒരു ദുർശക്തി ഇവളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ഇവളെ ആവാഹിച്ചിട്ടുണ്ട് എന്നൊക്കെ അയാൾക്ക് മനസ്സിലാകും. അങ്ങനെ രാത്രിയാകും. ഈ സമയത്ത് ഈ മാസ്റ്റർ ഇങ്ങനെ പരിശോധിക്കാവും എന്തെങ്കിലും ബാധ കയറിയതാണോ എന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ എലനാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. ബോഡി ഇവിടെ ഉണ്ടാകും പക്ഷെ മനസ്സ് വേറെ എടുത്തു എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥ. ഈ സംഭവം ഈ മാസ്റ്റർ മനസ്സിലാവൂട്ടോ, അവളുടെ ബോഡി മാത്രമേ എവിടെ ഉള്ളൂ എന്നുള്ളത്. അത് പരിശോധിക്കാനായിട്ട് ഈ മാസ്റ്റർ ഉണ്ടല്ലോ ഒരു നീഡിൽ എടുത്തിട്ട് അവളുടെ കയ്യിൽ അങ്ങ് കുത്തി കയറ്റും. പക്ഷെ അവൾക്ക് വേദന പോയിട്ട് ഒന്ന് അനങ്ങ് പോലും അവൾ ചെയ്യില്ല, അവൾ ആ അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കും. ഇതുകൂടി കണ്ടപ്പോ മാസ്റ്റർ അവരോട് പറയും, ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പഠിക്കണം, ഇവളുടെ ബോഡി മാത്രമേ ഇവിടെ ഉള്ളൂ, ഇവളുടെ ആത്മാവ് വേറെ എവിടെയോ ആണ്, നിങ്ങൾ എന്തായാലും ഇവളെ നിരീക്ഷിക്ക്, ഇവളുടെ ഓരോ പ്രവർത്തനങ്ങളും എന്നെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ മാസ്റ്റർ അവിടെ നിന്ന് പോകും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട്. മറുവശത്താണെങ്കിൽ തടവിൽ കിടക്കുന്ന ആ സുപ്പീരിയർ ഉണ്ടല്ലോ, ഈ വാമ്പറിനെ പുറത്തിറക്കിയ ആ സുപ്പീരിയർ അയാളെ തന്നെ ഇരുത്തിയിരുന്ന കസാല ഉണ്ടല്ലോ അത് താഴെ വീഴ്ത്തിയിട്ട് എന്നെ രക്ഷിക്കണേ ഓടിവാന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. ഇയാളെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. അയാൾ ഇയാളുടെ അടുത്ത് പോയിട്ട് അയാളെ എണീപ്പിക്കാൻ നോക്കുമ്പോ ഈ ഭ്രാന്തനാണെങ്കിൽ അയാൾക്ക് ഒരു കടിയും കൊടുത്ത് അയാളെ കൊന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. മാത്രല്ല അവൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, അവൻ വന്നു, എന്റെ യജമാനൻ വന്നു എന്നൊക്കെ. ഈ സമയത്ത് നമ്മുടെ തോമസ് ഉണ്ടല്ലോ അവൻ ഈ നാട്ടിലേക്ക് എത്തുകയാണ്.
തന്റെ ഭാര്യയുടെ അടുത്തേക്ക്. പക്ഷെ അവനാണെങ്കിൽ പറ്റ അവശനായിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഈ വാമ്പയർ ആ പഴയ കോട്ടയിൽ വെച്ച് അവന്റെ ചോര ഊറ്റി കുടിച്ചല്ലോ. അതുകൊണ്ട് തന്റെ ഭർത്താവ് പുറത്തെത്തി എന്നുള്ളത് ഏതോ ഒരു സിക്സ്ത് സെൻസിൽ ഈ എലന് മനസ്സിലാകും. പിന്നെ പുറത്തു പോയി അവളും ഫ്രെഡും കൂടി തോമസിനെ അകത്തോട്ട് കൊണ്ടുവരും കേട്ടോ. തോമസ് ആണെങ്കിൽ ചോരൊക്കെ പോയതല്ലേ, വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അവന്. ഇവരിങ്ങനെ തോമസിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഫ്രെഡിന്റെ വീട്ടിലെ ആ കോളിംഗ് ബെൽ റിങ് ചെയ്യും. ആരപ്പ ഈ നേരത്തൊന്നും കരുതിയിട്ട് ഡോർ തുറന്നു നോക്കുമ്പോ അവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അവർ ഈ ഫ്രെഡിനെയും കൂട്ടിയിട്ട് നേരെ അവന്റെ വീടിന്റെ സൈഡിലോട്ട് പോകും. അവിടെ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാല് ആ വാമ്പയർ ഉണ്ടായിരുന്ന ആ കപ്പലുണ്ടല്ലോ, ആ ഷിപ്പ്, അത് കരയിലെത്തിയിട്ടുണ്ടാകും. മാത്രല്ല നേരത്തെ നമ്മൾ കണ്ട ആ എലികളുണ്ടല്ലോ, വൈറസ് ബാധിച്ച എലികൾ, ആ എലികൾ ഇങ്ങനെ ആ നാട്ടിലേക്ക് ഇങ്ങനെ കയറി വരും. വിസ്ബർഗ് നശിപ്പിക്കാനുള്ള എലികൾ. ഈ സമയത്ത് നേരത്തെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട ആ സുപ്പീരിയർ ഉണ്ടല്ലോ, അയാൾ ഈ വാമ്പയറിന്റെ പെട്ടി ഉണ്ടല്ലോ, കപ്പലുണ്ടായിരുന്ന ആ പെട്ടിയുമായിട്ട് വാമ്പയർ വാങ്ങി ആ പ്രോപ്പർട്ടിയിലോട്ട് എത്തും, പഴയ ആ വീട്ടിലോട്ട്. ഈ വാമ്പയർ ആണെങ്കിൽ കോട്ടക്കകത്ത് വെച്ചിട്ട് അവളെ എങ്ങനെ ആവാഹിക്കുക, അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആവാഹിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒരു സുപ്പീരിയർ അങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് അയാൾ പറയും, അങ്ങുന്നേ ഞാൻ നിങ്ങളുടെ അടിമയാണ്, നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, എന്താ വേണ്ടെന്ന് പറയൂന്ന് പറയും. വാമ്പയർ ആണെങ്കിൽ അവനോട് ആ കാര്യം പറഞ്ഞു കൊടുക്കും. തനിക്ക് ഈ എലനെ ആവാഹിക്കണം, അതിനുവേണ്ടി എന്താ ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ. ഈ ബുദ്ധി ഇല്ലാത്ത സുപ്പീരിയർ ആണെങ്കിൽ പറയൂ, അതിനെന്താ അവളെ പിടിച്ചുകൊടുന്നാ പോരെ, പിടിച്ചുകൊടുന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാലോ എന്നൊക്കെ. ഇത് കേട്ട് ദേഷ്യം വന്ന വാമ്പയർ ആണെങ്കിൽ ഒരടി അങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ഒരു കാര്യം പറയും, പിന്നെ അവൾ നിർബന്ധിച്ച് കൊണ്ടുവരാനാണെങ്കിൽ എനിക്ക് എപ്പോഴേ ആവായിരുന്നു, അവളുടെ സമ്മതത്തോടെ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് ആ കൈ എടുത്തിട്ട് വിസ്ബർഗിന് നേരെ ഇങ്ങനെ നീട്ടി ആ നിഴലിനെ പറഞ്ഞയക്കും. എങ്ങോട്ടാന്ന് വെച്ചാല് തോമസിന്റെ അടുത്തേക്ക്, അവന്റെ സ്വപ്നത്തിലോട്ട്. അവൻ ആ പഴയ സ്വപ്നം വീണ്ടും കാണൂട്ടോ. ഈ വാമ്പയർ അവന്റെ ചോര കുടിച്ചില്ലേ, ആ സ്വപ്നം കണ്ണു തുറന്നപ്പോ അവന്റെ മുമ്പിലാണെങ്കിൽ എലനായിരുന്നു. ആ കോട്ടയിൽ വെച്ച് അവൻ ആക്രമിച്ചില്ലേ ആ വാമ്പയർ, ആ സമയത്ത് എലന്റെ രൂപമായിരുന്നു അവൻ കണ്ടിരുന്നത് അവന്റെ സ്വപ്നത്തില്. അങ്ങനെ അവൻ ഈ എലനോട് പറയും, മോളെ നീ ഇവിടുന്ന് പോ, എനിക്ക് റൂമിൽ ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കും. എലന് നേരെ തന്റെ സുഹൃത്തായ അന്നയുടെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറയും. തനിക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ല, കൂട്ടിന് കിടക്കാമോ എന്ന് ചോദിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ കിടന്നുറങ്ങായിരിക്കും കേട്ടോ. ആ സമയത്ത് ആ വാമ്പയർ അങ്ങോട്ടേക്ക് വരും, അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പണ്ട് നിന്റെ കൗമാര പ്രായത്തില് നിനക്ക് കൂട്ടായിട്ട് വന്നത് ഞാനായിരുന്നു, ഇനിയുള്ള കാലം നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, ഈ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീ എന്നിലേക്ക് വാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എലന് പണ്ട് ഒറ്റക്കായിരുന്നു, പക്ഷെ ഇപ്പൊ അവൾക്ക് കൂട്ടായിട്ട് തോമസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഈ വാമ്പയറിനോട് പറയും, അത് നിന്റെ സ്വപ്നത്തിൽ വെച്ചാൽ മതി ട്ടാ, ഞാൻ നിന്റെ ലോകത്തിലോട്ട് വരുന്ന ആ ഒരു കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് പറയും. പിന്നെ പറയണ്ടല്ലോ പൂരം, ഈ വാമ്പയറിനാണെങ്കിൽ ദേഷ്യം പിടിക്കും. അവൻ ഇവൾക്ക് 3 ദിവസത്തെ സമയം കൊടുക്കും സ്വമേധ അവനിലേക്ക് ചെല്ലാനായിട്ട്. എന്നിട്ട് അവളോട് പറയും, ഈ 3 ദിവസത്തിനുള്ളിൽ നീ എന്നിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സുഹൃത്തുക്കൾ പോകും, ഈ നാട് നശിക്കും, മാത്രല്ല നിന്നെ സ്നേഹിക്കുന്ന ആ തോമസ് ഉണ്ടല്ലോ, അവനെ എന്റെ ഈ കൈ കൊണ്ട് കൊന്നിട്ട് അവന്റെ ചോര ഞാൻ ഊറ്റി കുടിക്കുന്നു പറയും. ഇത് കേട്ടപ്പോ എലന് പേടിയാകും. പക്ഷേ അതും ഒരു ദുസ്വപ്നമായിരുന്നു. അവള് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോ തന്റെ സുഹൃത്തായ അന്ന അവിടെ ഉണ്ടാകില്ല. മാത്രല്ല ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കൂട്ടോ താഴെ നിന്നായിട്ട്. അവിടെ നിലത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോ നേരത്തെ വന്നിരുന്ന എലികളുണ്ടല്ലോ, ആ വൈറസ് ബാധിച്ച എലികള്, ആ എലികൾ ഈ അന്നയുടെ രക്തം ഇങ്ങനെ ഊറ്റി കുടിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കൂട്ടോ, നിനക്ക് തന്ന ഒരു രാത്രി ഇവിടെ അവസാനിച്ചു, ഇനി എന്നിലേക്ക് വരാനായി നിനക്ക് 2 രാത്രിയും കൂടിയുണ്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഈ എലനി ഫ്രെഡിനോട് പറയും, ഫ്രെഡ് ഞാൻ പറഞ്ഞ കഥകളൊക്കെ സത്യമാണ് കേട്ടോ, ആ ഒരു അമാനിക ശക്തി ഉണ്ടല്ലോ, അതാണ് നിന്റെ ഭാര്യയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന്. അതുകൂടെ കേട്ടപ്പോ ഫ്രെഡ് ആണെങ്കിൽ കട്ട കലിപ്പിലാകും. നിനക്കോ ഭ്രാന്താണ്, വൈറസ് ബാധിച്ച എലികളാണ് അവളെ കടിച്ചിട്ടുള്ളത്, അല്ലാതെ പ്രേതമൊന്നുമല്ല. പിന്നെ നീയും തോമസും കൂടി ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല, ഇപ്പൊ തന്നെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയും. അങ്ങനെ എലനി തോമസിനെയും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകും. ഈ സമയത്ത് നമ്മുടെ മാസ്റ്ററും ഡോക്ടറും ഇല്ലേ, അവരാ ക്യാപ്റ്റൻ ഉണ്ടല്ലോ മറ്റേ വാമ്പയർ കൊന്ന്, ആ ക്യാപ്റ്റൻ ഇങ്ങനെ പരിശോധിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലായത്, ഇതൊരു വാമ്പയർ അറ്റാക്ക് ആണ്. ഈ ക്യാപ്റ്റന്റെ ദേഹത്താണെങ്കിൽ ഒരിറ്റ് ചോര പോലും ഇല്ല. ഈ കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ഡോക്ടറുടെ വേറൊരു അസിസ്റ്റന്റ് വന്നിട്ട് പറയും, പിന്നെ ആ തടവുപുള്ളി ഉണ്ടല്ലോ ആള് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, ഡോക്ടർ ഒന്ന് വേഗം വരണം എന്ന് പറയും. അപ്പൊ പിന്നെ ഈ ഡോക്ടർക്കും മാസ്റ്റർക്കും കാര്യങ്ങൾ കത്തും. തടവുപുള്ളി പറഞ്ഞ യജമാൻ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകും. ഇതിനകം ഇവർക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ട്, ഈ തടവുപുള്ളി ആ സുപ്പീരിയർ ഓഫീസർ ആണെന്നുള്ളത്. പിന്നെ ഇവര് നേരെ ആ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയായിരിക്കും, എന്തെങ്കിലും തെളിവായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അവിടെ വെച്ചിട്ട് ആ നക്ഷത്രം അവര് കണ്ടുപിടിക്കും. ഈ സുപ്പീരിയർ പൂജ ചെയ്ത ആ നക്ഷത്രം ഉണ്ടല്ലോ, ആ നക്ഷത്രം. മാത്രല്ല അവിടെ നിന്നൊരു ബുക്കും കിട്ടും, സാത്താന്റെ ബുക്ക്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാകൂട്ടോ ഈ വാമ്പയറിനെ എങ്ങനെ കീഴടക്കാന്നൊക്കെ. അതെങ്ങനെയാന്ന് വെച്ചാല് ഈ വാമ്പയർ ആർക്ക് വേണ്ടിയാണോ വന്നത് ആ വ്യക്തി തന്നെ വിചാരിക്കണം. എങ്ങനെയെന്ന് വെച്ചാല് ഈ വാമ്പയറിന് സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ല. അപ്പൊ പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഈ വാമ്പയറിന്റെ കൂടെ സമയം ചിലവഴിക്കണം. അതായിരുന്നു ആ ഒരു സൊല്യൂഷൻ. പിന്നെ ഈ സൊല്യൂഷൻ മനസ്സിലാക്കിയ മാസ്റ്ററും ഡോക്ടറും കൂടി ഫ്രെഡിന്റെ അടുത്തേക്ക് പോകും. അവനോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കും. പക്ഷേ ഫ്രെഡിനാണെങ്കിൽ അതിലൊന്നും യാതൊരു വിശ്വാസവും ഉണ്ടാവില്ല കേട്ടോ. അവൻ ഇവരോട് പറയും, നിങ്ങൾ എന്ത് തേങ്ങാച്ച കാണിച്ചോ, എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ കൂട്ടി നിൽക്കില്ല, തോമസിനെയും എലനെയും ഞാൻ ഇവിടെ
ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, നിങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് കൂടോത്രോ പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. പക്ഷേ അപ്പോഴേക്കും രണ്ടാമത്തെ രാത്രി വന്നെത്തും. ആ വാമ്പർ പറഞ്ഞ രണ്ടാമത്തെ രാത്രി. ഇപ്രാവശ്യം ഈ വാമ്പർ കൊല്ലാൻ പോകുന്നത് ഫ്രെഡിന്റെ ഫാമിലിയെ തന്നെയാണ്. അവരിങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ അന്നയുണ്ടല്ലോ, അവള് കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. അവിടെ ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ തന്റെ 2 കുട്ടികളെയും ഈ വാമ്പയർ കൊന്നൊടുക്കിയിട്ടുണ്ടാകും. തുടർന്ന് അന്നയുടെ രക്തവും ഈ വാമ്പയർ ഊറ്റിക്കുടിക്കും. ഈ രക്തം ഊറ്റിക്കുടിക്കുമ്പോ ഈ വാമ്പയറിന്റെ വൈറസും അവരുടെ ദേഹത്ത് കയറുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആ 2 പിഞ്ചോമനകളെയും ഈ അന്നയെയും ഫ്രെഡും അവരെല്ലാം ചേർന്ന് ശവപ്പെട്ടി ഒരു റൂമിലെത്തിക്കുന്നതാണ്. നമ്മുടെ എലനും മാസ്റ്ററും ഡോക്ടറും തോമസും എല്ലാരും ഉണ്ടാവും അവിടെ. അങ്ങനെ അവർ ഈ ഫ്രെഡിനോട് ഇങ്ങനെ ചെന്ന് പറയും, പിന്നെ ഇതൊരു വൈറസും ബാധിച്ചതല്ല, ആ ഒരു ശക്തി തന്നെയാണ് ഇതിന് കാരണം, നീയും ഞങ്ങളെ കൂടെ വരണം, ഞങ്ങൾ ആ ശക്തിയെ ഈ ലോകത്തിന് തന്നെ ഇല്ലാതാക്കാൻ പോവാണെന്ന്. ഫ്രെഡ് പിന്നെ അതിന് സമ്മതിക്കൂട്ടോ. മാത്രല്ല മാസ്റ്റർ ആ പ്ലാൻ അങ്ങ് പറഞ്ഞു കൊടുക്കും. പ്ലാൻ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പ്ലാൻ അല്ല കേട്ടോ. കാരണം ശരിക്കുള്ള പ്ലാൻ എന്താന്ന് വെച്ചാല് ഈ എലൻ ഉണ്ടല്ലോ, അവള് നേരം പുലരണ വരെ ഈ വാമ്പയറിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം. അതാണ് ശരിക്കുള്ള പ്ലാന്. പക്ഷെ തോമസിനോട് ആ കാര്യം പറയാൻ പറ്റില്ലല്ലോ, അവൻ എന്തായാലും സമ്മതിക്കില്ല. അങ്ങനെ അവര് മുന്നോട്ട് വെക്കുന്ന പ്ലാൻ എന്താന്ന് വെച്ചാല് തോമസും ഫ്രെഡും ഡോക്ടറും ഈ മാസ്റ്ററും കൂടെ ചേർന്നിട്ട് ആ പഴയ കോട്ടയില്ലേ, വാമ്പയറിന്റെ കോട്ട, അവിടെ ചെന്നിട്ട് അയാളുടെ ആ ശവപ്പെട്ടിയില്ലേ അതിലത്തെ ആ ബോഡി അങ്ങ് കത്തിച്ചു കളയാ. പിന്നെ ആ വാമ്പയർ ഉണ്ടാകൂലല്ലോ. അങ്ങനെയാണ് മാസ്റ്റർ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എലനാണെങ്കിൽ ഈ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാകും. കാരണം അവൾക്കറിയാം അവളുടെ ശരീരം കൊടുക്കാതെ ഈ വാമ്പയറിനെ കൊല്ലാൻ പറ്റില്ല എന്ന്. പിന്നെ തോമസിന്റെയും എലന്റെ വീടെത്തൂട്ടോ. ഈ സമയത്ത് എലൻ ഈ മാസ്റ്ററിനോട് തനി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് മാസ്റ്ററിനെ അവിടെ മാറ്റി നിർത്തി ചോദിക്കും, അല്ല ശരിക്കുള്ള പ്ലാൻ അതാണോ? എനിക്കറിയാം അതല്ല പ്ലാൻ എന്നുള്ളത്, ആ വാമ്പയറിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണമെന്ന്. പിന്നെ ആ മാസ്റ്റർ എങ്ങനെയാണ് ഈ വാമ്പയറിനെ ഇല്ലാതാക്കേണ്ടതെന്നുള്ളത് അവൾക്ക് അങ്ങോട്ട് വിശദീകരിച്ചു കൊടുക്കും. എല്ലാം ആ ബുക്കിലുണ്ടായിരുന്നല്ലോ, ആ സുപ്പീരിയറിന്റെ അവിടെ ഉണ്ടായിരുന്ന ആ ബുക്കിൽ. അതിനുശേഷം സമയം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. തോമസ് തന്റെ ഭാര്യയോട് യാത്രയെല്ലാം പറഞ്ഞ് ആ വാമ്പയറിനെ കത്തിച്ച് നശിപ്പിക്കാനായി പോകുകയായിരിക്കും. അവൻ അറിയില്ലല്ലോ തന്റെ ഭാര്യയും ഈ രാത്രി ഇല്ലാതാകുകയാണെന്നുള്ളത്. അവൾ അവനൊരു ഗുഡ് ബൈ ഒക്കെ കൊടുക്കും. പിന്നെ അവര് ടീമൊക്കെ റെഡിയാക്കിയിട്ട് നേരെ ഫ്രെഡിന്റെ അങ്ങോട്ട് പോകുമ്പോൾ ഫ്രെഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാകില്ല. സമയമാണെങ്കിൽ സന്ധ്യയായി തുടങ്ങി. ഈ മാസ്റ്ററിനാണെങ്കിൽ പേടിയാകും. കാരണം ശരിക്കുള്ള പ്ലാന് തോമസ് അറിയാനും പാടില്ല. അങ്ങനെ തോമസിനോട് പറയും, നമുക്ക് പോകാം ആ കോട്ടയിലോട്ട്, ഫ്രെഡിന് ആവശ്യമില്ല എന്നൊക്കെ. തോമസ് ആണെങ്കിൽ അതിനെ അഗ്രി ചെയ്യൂല കേട്ടോ. അവൻ പറയും ഫ്രെഡും വേണമെന്ന് പറഞ്ഞ് ഫ്രെഡിനെ തപ്പി ഇറങ്ങും. അവര് നേരെ ചെന്നിട്ട് ഈ അന്നയുടെയും ഈ കുട്ടികളുടെയും ശവം ഉണ്ടല്ലോ, ആ ഡെഡ് ബോഡി അവിടെ ചെന്ന് നോക്കുമ്പോ ഈ ഫ്രെഡും അവരുടെ കൂടെ മരിച്ചു കിടക്കുന്ന കാണും. അതായത് അന്നയുടെ ബോഡിയിലുള്ള ആ വൈറസ് അവന്റെ ദേഹത്തും പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ അവർ ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാതെ അവിടെ മൊത്തം കത്തിച്ച് ചാമ്പലാവും. ഈ വാമ്പയറിന്റെ വൈറസ് ഇല്ലേ അത് നശിക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് അവര് നേരെ ഈ വാമ്പയറിന്റെ കോട്ടയിലെത്തി ആ ശവപ്പെട്ടിയിൽ ആ റൂമിലോട്ട് കയറും. അവിടെ നിലത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ കംപ്ലീറ്റ് എലികളായിരിക്കും കേട്ടോ. പതിയെ ആ ശവപ്പെട്ടിന്റെ അടുത്തെത്തി ആ ശവപ്പെട്ടി തുറന്ന് അവരുടെ അടുത്തുള്ള ഒരു ടൂൾ വെച്ചിട്ട് ആ ബോഡിയിൽ അങ്ങ് കുത്തിയിറക്കും. പക്ഷേ അത് ആ വാമ്പയർ ആയിരുന്നില്ല, അത് ആ സുപ്പീരിയർ ആയിരുന്നു. ഈ സമയത്ത് ആ സുപ്പീരിയർ പറയുന്നുണ്ടാകും, നിങ്ങൾ എന്തിനാ എന്നെ കൊന്നത്? ഞാൻ ഈ എലികളുടെ രാജാവാൻ പോവുകയായിരുന്നല്ലോ, എന്റെ യജമാനന്റെ അടിമയായിട്ട്. അങ്ങനെ ഓരോ പൊട്ടത്തരം ഇങ്ങനെ പറയുന്നുണ്ടാകും. അപ്പൊ തോമസിനാണെങ്കിൽ ചെറിയൊരു ഡൗട്ട് തോന്നിട്ടോ. അവൻ ഈ മാസ്റ്ററിനോട് ചോദിക്കും, അല്ല ശരിക്കുള്ള പ്ലാൻ ഇതായിരുന്നോ? ഈ വാമ്പയർ ഇവിടെ ഇല്ലാത്ത കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഈ സമയത്ത് മാസ്റ്റർ സത്യം പറഞ്ഞു കൊടുക്കും, പിന്നെ ശരിക്കുള്ള പ്ലാൻ ഇതല്ല, ആ വാമ്പയറിനെ കൊല്ലാൻ പോകുന്നത് നമ്മളല്ല, നിന്റെ ഭാര്യയാണ്. ഇത് കേട്ട തോമസിനാണെങ്കിൽ വല്ലാതെ അങ്ങ് ദേഷ്യം വരും. അവൻ അവിടെ നിന്ന് ഓടി തന്റെ വീട്ടിലേക്ക് പോകും. അവന്റെ വീട് അടുത്തൊന്നും അല്ല കേട്ടോ, ഒരുപാട് പോകാനുണ്ടാകും. ഈ സമയത്താണെങ്കിൽ ഒരു വധുവിനെ പോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജനവാതിലൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് എലനി വാമ്പയറിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ ഒരു അശരീരിയായിട്ടൊരു ശബ്ദം ഇങ്ങനെ കേൾക്കും, നീ ഇപ്പൊ റെഡിയാണോ, ഞാൻ നിന്നിലേക്ക് വരട്ടെ എന്നൊക്കെ. അവൾ ആ വാമ്പയറിനോട് അവളുടെ സമ്മതം അറിയിക്കും. പിന്നെ ആ വാമ്പയർ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവളുടെ ദേഹത്ത് കയറി ചോര ഇങ്ങനെ വലിച്ചു കുടിക്കും, അവളെ ഈ മനുഷ്യരിൽ നിന്നും അവരുടെ ലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇതൊരു ട്രാപ്പാന്നുള്ള കാര്യമൊന്നും ആ വാമ്പയറിന് അറിയില്ല കേട്ടോ. മറുഭാഗത്ത് നമ്മളുടെ മാസ്റ്റർ ആണെങ്കിൽ ആ സുപ്പീരിയറുള്ള ശവപ്പെട്ടിയും ആ കോട്ടയും എല്ലാം കത്തിച്ച് ചാമ്പലാക്കും. കാരണം നേരം പുലരുന്ന സമയത്ത് ഈ വാമ്പയർ വന്ന് കിടക്കുന്നത് ഈ ഒരു പെട്ടിയിലാണല്ലോ, അതുകൊണ്ട് എല്ലാം നശിപ്പിക്കും. തോമസ് ആണെങ്കിൽ തന്റെ വീട്ടിലേക്ക് എത്തുന്ന ആ സമയത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാം. ഈ വാമ്പയർ ആണെങ്കിൽ എലനെ ആവാഹിച്ച് കഴിഞ്ഞിട്ടുണ്ടാകില്ല. സൂര്യൻ ഈ വാമ്പയറിന്റെ ദേഹത്ത് പതിക്കുകയും ചെയ്യും. സൂര്യന്റെ പ്രകാശമേറ്റ ഈ വാമ്പയർ ഉണ്ടല്ലോ, അവൻ ഈ ചോരയൊക്കെ ഛർദിച്ച് അവിടെ അങ്ങ് മരിച്ചു വീഴും. അവന്റെ ബോഡി അങ്ങ് ശ്രയിച്ചു പോകും. ഈ സമയത്താണ് തോമസും ആ ഡോക്ടറും അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ അപ്പോഴേക്കും എലനുണ്ടല്ലോ, അവള് മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ശരിക്കും പറഞ്ഞാല് വിസ്ബർഗ് എന്ന് പറയുന്ന ആ നഗരത്തെ ഈ വാമ്പയറിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുകയാണ് അവൾ ചെയ്തത്. ഇതാണ് നോസ്ഫെറത്തു എന്ന് പറയുന്ന വാമ്പയറിനെ ഇല്ലാതാക്കിയ ആ ഒരു കഥ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാ പിന്നെ അടുത്തൊരു അടിപൊളി കഥയുമായി വരുന്നത് വരെ ഒരു കൂട്ടി ബ്രേക്ക്.